അപ്പോൾ ചെറിയ മഴയൊന്നും മാറി നിൽക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ തിരുവോണ ദിനത്തിൽ ഇതുവരെയും മഴ മുന്നറിയിപ്പില്ല. മഴ കൊണ്ടുപോകുമോ ഓണം എന്നുള്ളതാണ്. നമുക്ക് കോഴിക്കോട്ടേക്കൊന്ന് പോയാൽ കോഴിക്കോട് പാളയത്ത് പൂക്കിടയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നു കൂടി തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹലോ അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പുരാണ ദിനാശംസകൾ. എന്താണ് പാളയത്തെ വിശേഷങ്ങൾ? കോഴിക്കോട്ട് നല്ല മഴയുണ്ടോ? രാവിലെ ഇന്ന് രാത്രിയിലൊക്കെ മഴ പെയ്തു എന്ന് കേട്ടു. ഓണം കൊണ്ടുപോകുമോ മഴ? അരുൺ, ഗുഡ് മോർണിംഗ്. പുരാട ദിനാശംസകൾ. മഴയുണ്ട്, നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഈ പൂക്കൾ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ മഴ കാരണം ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് പാളയത്താണ്. പാളയത്തെ ഒരു പൂ മാർക്കറ്റിലാണുള്ളത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം, നിരവധി പൂക്കൾ ഇവിടെ ഇതാ ആളുകൾക്കായി വാങ്ങുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ വാങ്ങാനെത്തുന്നതിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് പാളയം. അപ്പോൾ പൂ മാർക്കറ്റും സജീവമാണ്. രാവിലെ മുതൽ തന്നെ മഴയെ അവഗണിച്ചും ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്, പൂക്കളൊക്കെ വാങ്ങുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് തിരക്കൊക്കെ? ആളുകളൊക്കെ നല്ല തിരക്കാണ്. അല്ല, മഴയൊന്നും പെയ്യുന്ന ഒരു കുഴപ്പമില്ല, മഴക്കൊന്നും പ്രശ്നമില്ല. എങ്ങനെ ഇത്തവണ പൂവിന്റെ ഒക്കെ വില എങ്ങനെയാ? വില ഇപ്പൊ കുറച്ച് കൂടുതലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എങ്ങനെ വ്യത്യാസം എങ്ങനെ വരുന്നുണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ചിട്ട് വില കുറച്ച് കൂടുതലാണ്, ചെറുതായിട്ടേ കൂടുതലുള്ളൂ. ഏതിനൊക്കെയാ കൂടുതൽ? റോസ്, വെള്ള കളറ്, അതിനൊക്കെ കൂടുതൽ. അരുൺ, ചില പൂക്കൾക്ക് വില കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത്ര വലിയ പ്രശ്നമില്ല എന്നുകൂടി പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ തന്നെ കാണാം, പല വർണ്ണത്തിലുള്ള പൂക്കൾ ഇവിടെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. മഴ ഏതായാലും ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അരുൺ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ പറയാൻ കഴിയുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ഓണ വൈബുണ്ട്, മഴ വൈബും ഉണ്ട് എന്നുള്ളതാണ് ഇക്കൊരു പ്രത്യേകത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,